ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. നമുക്ക് ഏത് ഫംഗ്ഷനും അധികം കറികളൊന്നുമില്ലാതെ എന്നാൽ ഡീസൻ്റായിട്ട് എടുക്കാവുന്ന ഒരു ഐറ്റമാണ് ബിരിയാണി. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മട്ടൺ ബിരിയാണിയാണ്. ഈ രീതി ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ആ നാട്ടിലെ പ്രസിദ്ധനായ ഒരു ഷെഫ് താമസിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പല പ്രാവശ്യം വീട്ടിൽ വിളിച്ച് ബിരിയാണി ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങൾ റെസിപ്പി എഴുതിയെടുക്കുമായിരുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആ രീതിയിലാണ്. മട്ടൺ കറി വെക്കാൻ തുടങ്ങുന്നതിന് മുൻപ് സ്വല്പം റേസിൻസും കാഷ്യൂനട്ടും ഞാൻ നെയ്യിൽ വറുത്തെടുക്കുകയാണ്. ഈ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കാഷ്യൂനട്ടിട്ട് വറുത്തെടുക്കുകയാണ്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി, കരിഞ്ഞു പോകരുത്. ഇത് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഞാൻ കോരിയെടുക്കുകയാണ്. ഇതിലേക്ക് ഗോൾഡൻ റൈസിൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 1/3 കപ്പ് ഉണ്ട്. ഇതും കോരുകയാണ്. ഇത് ഈ റൈസിൻസ് ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് കോരിയെടുക്കാം. കാഷ്യൂനട്ടും റൈസിൻസും വറുത്ത നെയ്യ് ഞാനതങ്ങ് മാറ്റി അതിലേക്ക് ഞാൻ 1 കപ്പോളം വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനിയും ഞാൻ ചോറിൽ ഇടാനായിട്ടുള്ള ഉള്ളി വറുത്തെടുക്കുകയാണ്. ഇതൊരു 3 മീഡിയം സൈസിലുള്ള സവോളയാണിത്. ഇത് ചെറുതായിട്ട് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നല്ല ഗോൾഡൻ ബ്രൗണായി. ഇനി ഇത് കോരാം. ഏകദേശം ഒരു 25 മിനിറ്റോളം ഇത് എണ്ണയിൽ കിടന്ന് വഴന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പേപ്പർ ടവലിൽ കോരി എടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നല്ല തണുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ കറി വെക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈ എണ്ണയിലേക്ക് തന്നെയാണ് കറിക്കുള്ള സവോള ഇടുന്നത്. ഇത് 3 മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചതച്ചെടുത്തത്, ഇതൊരു 3 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു 8 വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഇതുപോലെ 7 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. നമുക്ക് കറിക്ക് ഉള്ള എരിവ് കിട്ടേണ്ടത് ഈ പച്ചമുളകിൽ നിന്നാണ്. അപ്പോൾ ഇത് 3 ഇതുപോലെ ചതച്ച് എടുത്തതാണ്. മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. ഇതിലേക്ക് ഞാൻ 3 ടൊമാറ്റോ അരിഞ്ഞത്, ഇത് ഫ്രോസൺ ടൊമാറ്റോയാണ്. ഒരു 1/2 കപ്പ് മല്ലിയില, 1/4 കപ്പ് പുതിന ലീവ്. അത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മല്ലിയിലയും പുതിനയിലയും എല്ലാം രണ്ടും കൂടെ ഇട്ടതിൻ്റെ ശേഷം ഇത് ഞാനൊരു 10 മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം.
ഈ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനിയും മട്ടൺ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഇറച്ചി 1 കിലോ ഇറച്ചിയാണിത്. ഇത് ഞാൻ 1 മണിക്കൂർ മുൻപ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മാരിനേറ്റിന് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇതിലേക്ക് ഈ ഇറച്ചി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പാത്രം കഴുകി ഞാനൊരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് വെച്ചിട്ട് 20 മിനിറ്റോളമായി. ഏകദേശം ഒരുമാതിരി ഇത് വേകാറായിട്ടുണ്ട്. ഇനി അധികം സമയം എടുക്കത്തില്ല. ഇതിലേക്ക് ഞാൻ വറുത്ത ഉള്ളിയുടെ ആവശ്യത്തിന് നമ്മൾ ചോറിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ളത് മാറ്റി വെച്ച് ഇതിൻ്റെ ബാക്കി ഞാൻ ഇതിങ്ങനെ പൊടിച്ച് ഇതിലേക്കങ്ങ് ചേർക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ കറിക്ക് നല്ല ഫ്ലേവർ കിട്ടും. നിങ്ങൾ ചട്ടിയിൽ വെച്ചാണ് മീറ്റ് വേവിക്കുന്നതെന്ന് വരികിൽ, വെള്ളം പോരായെന്ന് വരികിൽ ചൂടുവെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. ഒരു സ്വല്പ സമയം കൂടെ മൂടി വെച്ച് വേവിക്കുകയാണ്. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വേകാനായിട്ട് 1/2 മണിക്കൂർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല പാകമായി. ഞാൻ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഇനി ഞാൻ ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. ചോറ് വെക്കാനുള്ള വെള്ളം തിളപ്പിക്കുകയാണ്. ഇത് 6 കപ്പ് വെള്ളമുണ്ട്. അതായത് 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 സിനമണ്ട്, ഒരു 6 ഏലക്കായും ഒരു 6 ഗ്രാമ്പൂവും കൂടെ ഇട്ടാണ് ആ വെള്ളം തിളപ്പിക്കുന്നത്. ഇനി ഞാൻ ചോറ് വെക്കാൻ തുടങ്ങുകയാണ്. ആ ചോറ് വെക്കുന്നതിന് മുൻപ് ഞാൻ ഈ അരി ഒന്ന് നെയ്യിൽ ഒരു 5-6 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. 3 കപ്പ് അരി നന്നായിട്ട് കഴുകി 1 മണിക്കൂർ നേരം കുതിർത്ത് അത് ഡ്രൈ ചെയ്യാനായിട്ട് വാരി പാത്രത്തിൽ സ്ട്രെയിനറിനകത്ത് വെച്ചിരിക്കുകയാണ്. ഈ ചട്ടി നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ നെയ്യിലാണ് അരി ഞാൻ വറുത്തെടുക്കുന്നത്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 4-5 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുന്നുള്ളൂ. ഇതുപോലെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. തിളച്ച വെള്ളത്തിൽ അരിയിട്ട് വേവിച്ചെടുത്താൽ മതി. വെള്ളം തിളച്ചു. ഈ വെള്ളം ഞാൻ ചോറിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഈ അരി ഞാൻ ഒരു 7 മിനിറ്റോളം വറുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും സ്വല്പം നാരങ്ങ നീരും കൂടെ ഒഴിക്കുകയാണ്. അങ്ങനെ ഒഴിക്കുന്നത് കൊണ്ട് ആ ചോറ് ഒട്ടി പിടിക്കാതെ നന്നായിട്ട് വെന്തെടുക്കാൻ പറ്റും. ഇത് മൂടി വെച്ച് വേവിക്കുകയാണ്. ഇതിൻ്റെ സ്റ്റൗ ഞാനൊരു ലോ ഫ്ലെയിമിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ചോറ് റെഡിയായി. ഇത് വേകാനായിട്ട് 8 മിനിറ്റ് എടുത്തുള്ളൂ. ഞാൻ ഈ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഇനി ഞാൻ ചോറും കറിയും കൂടെ ഒരു ട്രേയിലേക്ക് ആക്കുകയാണ്. ആദ്യം ഞാൻ ട്രേയുടെ അടിയിലേക്ക് കറിയാണ് ഇടുന്നത്. ചോറ് ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കണം. ചോറിന്റെ പകുതിയാണ് ഞാൻ ആദ്യം ഇടുന്നത്. ഇതിന്റെ മുകളിലേക്ക് ഞാൻ സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ നെയ്യ്
ഞാൻ കാഷ്യൂനട്ടും റൈസിൻസും വറുത്ത നെയ്യാണിത്. ഇതിൻ്റെ മുകളിലേക്ക് സ്വല്പം പുതിന, കുറച്ച് മല്ലിയില, സ്വല്പം ഗരം മസാലപ്പൊടി. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ സ്വല്പം പൈനാപ്പിൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി. ഇത് ചേർക്കുന്നത് വളരെ നല്ലതാണ്, കാരണം നമ്മൾ ചേർക്കുന്ന കറിക്ക് നല്ല എരിവുണ്ടെന്ന് വരികില്ലേ, ഈ പൈനാപ്പിളിൻ്റെ മധുരവും ആ എരിവും കൂടെ യോജിച്ച് നല്ല ഫ്ലേവർ ബിരിയാണിക്ക് കിട്ടും. മുകളിലേക്ക് കാഷ്യൂ, റൈസിൻസ്, പിന്നെ ഉള്ളി വറുത്തതും കൂടി ഇടണം. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി ചോറ് നിരത്തുക. ചോറിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് പുതിന ഇല, കുറച്ച് മല്ലിയില. ഇതിൽ ഞാൻ സ്വല്പം ചോറിന് സ്വല്പം കളർ വരാൻ വേണ്ടി സാഫ്രോൺ ഞാൻ സ്വല്പം പാലിൽ കുതിർത്ത് വെച്ചതാണ്. സാഫ്രോൺ കുതിർക്കുമ്പോൾ ചൂട് പാലിൽ വേണം കുതിർക്കാനായിട്ട്. സ്വല്പം ഗരം മസാലപ്പൊടി, ഉള്ളി വറുത്തത്, ബാക്കിയുള്ള കാഷ്യൂനട്ട് വറുത്തത്, റൈസിൻസ് വറുത്തത്. ഇനി ഇത് ഓയിൽ പേപ്പർ ഇട്ട് മൂടി ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ഓവൻ ഞാനിവിടെ 350 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 20-25 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. ന്യൂ ഇയറിന് ഈ രീതിയിൽ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുക. എല്ലാവർക്കും ന്യൂ ഇയറിൻ്റെ മംഗളങ്ങൾ. ഇനിയും നല്ല നല്ല റെസിപ്പികളുമായി 2021 നമുക്ക് കാണാം.